നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ്, തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട നഗരസഭയിൽ ദിവസ കളക്ഷൻ തുക ബാങ്കിലടയ്ക്കാതെ വ്യാജരേഖയുണ്ടാക്കി 46 ലക്ഷം രൂപ തട്ടിയെടുത്ത കേസിൽ നഗരസഭാ ജീവനക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. നഗരസഭയിലെ ദിവസ കളക്ഷൻ തുക ബാങ്കിലടയ്ക്കാതെ വ്യാജരേഖകൾ ചമച്ച് 46 ലക്ഷം രൂപ ക്രമക്കേട് നടത്തിയ കേസിൽ നഗരസഭാ ജീവനക്കാരനായ കോണത്തുകുന്ന് പൈങ്ങോട് പയ്യപ്പള്ളി വീട്ടിൽ 56 വയസ്സുള്ള ത്രിദീപിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. 2025 ഏപ്രിൽ 28 മുതൽ 2025 മാർച്ച് 26 വരെയുള്ള കാലയളവിൽ 46,10,15 രൂപയുടെ ക്രമക്കേട് നടത്തിയെന്നാണ് കേസ്. നഗരസഭയിൽ ലഭിക്കുന്ന തുക ബാങ്കിൽ അടയ്ക്കുമ്പോൾ കുറവ് വരുത്തുകയും ബാങ്ക് രസീതുകളിൽ തിരുത്തൽ വരുത്തി യഥാർത്ഥ തുക തന്നെ അടച്ചുവെന്ന് കാണിക്കാൻ വ്യാജരേഖകൾ ചമച്ച് നഗരസഭയെ കബളിപ്പിച്ച് തട്ടിപ്പ് നടത്തിയതിനാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇരിങ്ങാലക്കുട നഗരസഭാ സെക്രട്ടറി VH ഹബീബ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് ത്രിദീപിനെ പിടികൂടിയത്. ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ T. ദിലീഷ്, സബ് ഇൻസ്പെക്ടർ ശ്രീലാൽ, ഗ്രേഡ് SI സതീശൻ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഗിരീഷ്, കമൽ, കൃഷ്ണ, സിവിൽ പോലീസ് ഓഫീസർമാരായ ഉമേഷ് കൃഷ്ണൻ, ഫ്രെഡി എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ശ്രീ കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഇല്ലനിറ ചടങ്ങിനാവശ്യമായ നെൽക്കതിരുകൾ കൃഷി ചെയ്യുന്നതിന്റെ വിത്തിടൽ ചടങ്ങ് ദേവസ്വം കൊട്ടിലാക്കൽ പറമ്പിൽ ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CK ഗോപിയുടെ നേതൃത്വത്തിൽ നടന്നു. ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് KG അജയ്കുമാർ, VC പ്രഭാകരൻ, രാഘവൻ മുളങ്ങാടൻ, ഭക്തജനങ്ങൾ, ദേവസ്വം ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ഇല്ലനിറയുമായി ബന്ധപ്പെട്ട് ആവശ്യമായിട്ടുള്ള നെൽക്കതിര് കൂടൽമാണിക്യ സ്വാമിയുടെ സ്വന്തം ഭൂമിയിൽ വിളയിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വിത്ത് വിതയ്ക്കൽ എന്ന ചടങ്ങാണ് ഇന്ന് ഇവിടെ വളരെ സന്തോഷത്തോടു കൂടി എല്ലാവരും കൂടി നിർവഹിക്കപ്പെടാൻ പോകുന്നത്. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കൃഷി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഈ പ്രപഞ്ചത്തിലെ ജനങ്ങളുടെ ജീവിതം ആരംഭിക്കുന്ന കാലം മുതൽ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഉപജീവനം നടക്കുന്നത്. കൃഷിയില്ലാതെ നമ്മുടെ രാജ്യത്തായാലും മറ്റേത് ലോകത്തായാലും ജീവിക്കുക എന്നുള്ളത് അസാധ്യമാണ്. നമുക്ക് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വാചകമുണ്ട്, ജയ് ജവാൻ ജയ് കർഷകൻ കിസാൻ. ആ വാചകം എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ സംരക്ഷണമാണ്, ജയ് ജവാൻ. 2 ജയ് കിസാൻ എന്ന് പറയുന്നത് കർഷകരാതിരിക്കലാണ്. നമ്മുടെ രാജ്യത്തെ ഒരു 80-85% വരുന്ന ജനങ്ങൾ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് ജീവിക്കുന്നത്. ആ കൃഷിയുടെ പ്രാധാന്യം ഇന്നത്തെ തലമുറയിലേക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. കേന്ദ്ര സർക്കാർ സർട്ടിഫിക്കേഷനോടെ ഇരിങ്ങാലക്കുട IMIT-യിൽ തൊഴിൽ അധിഷ്ഠിത മാധ്യമ പഠനം ആരംഭിക്കുമെന്ന് IMIT ചെയർമാൻ അഡ്വക്കേറ്റ് MS അനിൽകുമാർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അംഗീകൃത ഏജൻസിയായ മീഡിയ ആൻഡ് എന്റർടൈൻമെന്റ്സ് സ്കിൽ കൗൺസിലിന്റെ അംഗീകാരത്തോടെ IMIT-യും കൊച്ചി യോ മീഡിയ ഷൂട്ട് സ്കൂളും ചേർന്നാണ് തൊഴിൽ അധിഷ്ഠിത മീഡിയ ഡിപ്ലോമ കോഴ്സുകൾ ജൂൺ മാസത്തിൽ ആരംഭിക്കുക. ഫോട്ടോഗ്രാഫി, ഫിലിം മേക്കിംഗ്, മൂവി എഡിറ്റിംഗ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നീ മേഖലകളിലാണ് ഡിപ്ലോമ കോഴ്സുകൾ ആരംഭിക്കുക. നൈപുണ്യ വികസനം ലക്ഷ്യമാക്കി പ്രായോഗിക പരിശീലനത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് കോഴ്സുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. കോഴ്സ് തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാങ്ക് ലോൺ സൗകര്യവും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പെൺകുട്ടികൾക്ക് ഫീസ് ഇളവും ലഭ്യമാണ്.
കൊച്ചി യോ മീഡിയ ഷൂട്ട് സ്കൂൾ സിഇഒ അബ്ദുൾ നൌഷാദ്, ഫിലിം ഡയറക്ടർ ലിജീഷ് മുല്ലേഴത്ത് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു. സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോഴ്സ് ചെയ്യുന്ന യോ മീഡിയയുമായിട്ട് സഹകരിച്ച് നമ്മൾ ഇവിടെ IMIT മീഡിയ അക്കാദമി തുടങ്ങാൻ തീരുമാനിക്കുകയും ആ മീഡിയ അക്കാദമിയുടെ ഡയറക്ടറായിട്ട് ഒരു ചലച്ചിത്ര സംവിധായകൻ കൂടിയായിട്ടുള്ള പ്രിയപ്പെട്ട ലിജീഷ് മുല്ലേഴത്ത് ആണ് മീഡിയ അക്കാദമി ഹെഡ് ചെയ്യുക. അപ്പോൾ ഇരിങ്ങാലക്കുടയിൽ നിന്ന് തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം അത് നമ്മൾ വെറുതെ പഠിപ്പിക്കുകയല്ല, ഈ കോഴ്സ് കഴിഞ്ഞിറങ്ങിയാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും തൊഴിൽ ലഭിക്കും എന്നുള്ള രീതിയിൽ 4 കോഴ്സാണ് ഇപ്പോൾ തൽക്കാലം ആരംഭിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ബ്രോഷർ ഉണ്ടാവും. ഒന്ന് ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഒന്ന് ഫോട്ടോഗ്രാഫി, ഒന്ന് എഡിറ്റിംഗ്, ഒന്ന് ഫിലിമോട്ടോഗ്രാഫി, സിനിമാ നിർമ്മാണം തുടങ്ങിയ മേഖലകൾ വരെ പഠിപ്പിക്കുന്ന വലിയൊരു അക്കാദമിയായിട്ട് ഇത് വളരണം. ഈ കൂട്ടുകെട്ട് യോ മീഡിയയുമായിട്ടുള്ള കൂട്ടുകെട്ട് പുള്ളി കേരളത്തിലെമ്പാടും പുള്ളി വ്യാപിപ്പിച്ച് വരികയാണ്. നമ്മൾ ബേസിക്കലി ഇതൊരു ഫിനിഷിംഗ് സ്കൂളാണ്. നമ്മളിപ്പോൾ ഗ്രാജുവേഷൻ +2 കഴിഞ്ഞൊക്കെയുള്ള കുട്ടികൾക്ക് ഒരു 6 മാസം മുതൽ 1 വർഷം വരെയുള്ള കോഴ്സുകളാണ് നമ്മൾ ഇവിടെ റൺ ചെയ്യണത്. നമ്മുടെ ഈ കോഴ്സുകൾ സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവലുള്ള കോഴ്സുകളാണ്. 66 കൺട്രിയിൽ വാലിഡിറ്റി ഉള്ള കോഴ്സുകളാണ്. നാഷണൽ സ്കിൽ ക്വാളിഫിക്കേഷൻ ഫ്രെയിംവർക്ക് എന്ന് പറയും. അതായത് നമ്മുടെ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പാഠപദ്ധതിയായിട്ട് യോജിച്ച് കൊണ്ടുപോകുന്ന, അതായത് ഇതിൻ്റെ ഡെലിവറി മോഡ് നമ്മൾ 2 രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന്, അതായത് +2 അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ് അല്ലെങ്കിൽ PG കഴിഞ്ഞിട്ടുള്ളവർക്ക് ഡയറക്റ്റ് ഫുൾ ടൈം ചെയ്യാവുന്ന ഒരു രീതിയിലും, പിന്നെ ഓൺഗോയിങ് റെഗുലറായിട്ട് കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കുള്ള ഒരു പാർട്ട് ടൈം ഓപ്ഷനും കൂടെ നമ്മൾ ഇതിൻ്റെ കൂടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ റെഗുലറായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് പുതിയ കരിക്കുലം പ്രകാരം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം അവർക്ക് ക്രെഡിറ്റ് ട്രാൻസ്ഫറിനുള്ള പോസിബിലിറ്റിയും കൂടെ ഇതിൻ്റെ കൂടെ കിട്ടും. ഇരിങ്ങാലക്കുട ഡോൺ ബോസ്കോയിലെ സഹായ മാതാവിന്റെ തിരുനാളിന് കൊടികയറി. കൊടിയേറ്റ ചടങ്ങുകൾക്ക് റെക്ടർ ഫാദർ ഇമ്മാനുവൽ വട്ടക്കുന്നിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മെയ് 17 ഞായറാഴ്ചയാണ് തിരുനാൾ. താതനും സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യമുതൽ എന്നേക്കുവാമേ. കർത്താവേ, അങ്ങേ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയും അനന്തമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. എല്ലാ വിശുദ്ധരുടെയും മാർയോസേപ്പിന്റെയും വിശുദ്ധ സ്ലീഹന്മാരുടെയും പ്രത്യേകമായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും മധ്യസ്ഥത ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ തിരുകർമ്മത്തിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ കർത്താവിശ്വമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും ഇരിങ്ങാലക്കുട മാർക്കറ്റ് ലിങ്ക് റോഡിൽ തെക്കേത്തല ഫ്രാൻസിസ് അന്തരിച്ചു. 74 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച രാവിലെ 10:30 സെന്റ് തോമസ് കത്തീഡ്രൽ ദേവാലയത്തിൽ നടക്കും. ആഗ്നസ് ഭാര്യയും സിൻസൺ എന്നിവർ മക്കളുമാണ്. ജിഷി, ഫ്രാൻസിന എന്നിവർ മരുമക്കളാണ്. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.